വയനാട് ഒരു നാട് മാത്രമല്ല, മറിച്ച് വശ്യമനോഹരമായ കാഴ്ചകളുടെ സ്വർഗ്ഗഭൂമി കൂടിയാണ്. എന്നാൽ ഇന്ന് അതിനുമപ്പുറം മറ്റൊന്നുകൂടി വയനാടിനെ ആകർഷകമാക്കുന്നുണ്ട്. കാടിൻ്റെ രുചിശാല പകർന്ന സ്വാദ് നേരിട്ടറിയാൻ ഒരിടം ഒരുങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ. ചുരം കയറി വരുന്നവരെ വരവേൽക്കാൻ തേനീച്ചകളും തേനീച്ചക്കൂട്ടങ്ങളും അവിടെ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ മറ്റനവധി അത്ഭുത കാഴ്ചകളും അവിടെയുണ്ട്. മാധുര്യമേറുന്ന തേൻ കാഴ്ചകൾ കാണാനും ഗുണനിലവാരമുള്ള വ്യത്യസ്ത തേനുകൾ രുചിച്ചു നോക്കാനും മാത്രമല്ല, മൂളിപ്പറക്കുന്ന തേനുകളുടെ തേൻ ശേഖരണ പ്രക്രിയയും തേനിൻ്റെ സംസ്കരണ രീതികളും നേരിട്ട് കാണാനും ഗുണനിലവാരം കുറഞ്ഞ തേനുകളും വ്യാജ തേനുകളും തിരിച്ചറിയാനും വൈത്തിരിയിലെ ഉസ്മാൻ മദാരിയുടെ തേൻ മ്യൂസിയം നമ്മെ സഹായിക്കും. ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തെ രണ്ടാമത്തേതും മാത്രമായ ഹണി മ്യൂസിയം നമ്മുടെ അഭിമാനമാണ്. തേനിൻ്റെ ശാസ്ത്രീയ സംസ്കരണവും ഗുണമേന്മ പരിശോധനയും നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യമാകും എന്നുള്ളതാണ് തേൻ മ്യൂസിയത്തിൻ്റെ പ്രസക്തി. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ തേൻ നമുക്ക് ഇതുപോലെ കിട്ടും. ഏറ്റവും ലാസ്റ്റ് ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ജലാംശം 20% താഴെയാണ്. ഈ തേനിന് എക്സ്പയറും ഉണ്ടാവില്ല. നമുക്ക് എത്ര കാലത്ത് വെക്കാൻ പറ്റും, കേടാവില്ല. ഇതൊരു 3 മാസം കൊണ്ട് കേടാവും. പരമാവധി ഇതിൻ്റെ ആയുസ് 3 മാസം. സയൻറ്റിഫിക്കലി ഈ തേൻ നമുക്ക് 1000കണക്കിന് വർഷം വെക്കാനാണ് പറയുന്നത്. ഈ തേൻ ഒരിക്കലും കേടാവില്ല. ഇല്ല നമുക്ക് പുറത്തുള്ള ഒരു തേനിന് എക്സ്പയർ ഉണ്ടാവും. ഫ്രണ്ടിലുള്ള ഒരു തേന് നമുക്ക് എക്സ്പയർ ചെയ്യാൻ തേന് കേടായി കഴിഞ്ഞാൽ ഈ ടോപ്പിൽ വലിയ രീതിയിൽ പത വരും. ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വരും. പെപ്സി ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഈ 2 കാര്യങ്ങൾ കണ്ടാൽ തേൻ നമ്മളൊരു കാരണവശാലും കഴിക്കാനും പാടില്ല. കാരണം കേടായ തേൻ നമുക്ക് ത്രിദോഷങ്ങൾ തരും. വാദം, പിത്തം, കഫം 3 അസുഖം ഉണ്ടാക്കുകയാണ് ചെയ്യും. പക്ഷേ നല്ല തേൻ ത്രിദോഷങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. തേൻ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. നമ്മൾ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ തേൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കും. ഈ തേൻ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, എത്ര കാലവും വെക്കുകയും ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ഹണികളെ പറ്റി നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ മ്യൂസിയത്തിൽ ചെറുതേൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ബി ക്രാഫ്റ്റ് അംഗീകൃത തേൻ കൃഷിക്കാരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തേൻ സംഭരിച്ച് സംസ്കരിച്ച് ഗുണമേന്മ പരിശോധന നടത്തി ബി ക്രാഫ്റ്റ് എന്ന ബ്രാൻഡിൽ ഇന്ത്യക്കകത്തും പുറത്തും വിപണനം നടത്തുകയാണ്. കാട്ടുതേൻ, തുളസിയുടെ പൂവിൽ നിന്ന് ശേഖരിക്കുന്ന തുളസിത്തേൻ, അയമോദക ചെടിയുടെ പൂവിൽ നിന്ന് ശേഖരിക്കുന്ന തേൻ, ലിച്ചിത്തേൻ, വയനാടൻ തേൻ, പൂമ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ്, ഗാർലിക് ഹണി, ആദിവാസികൾ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ട്രൈബൽ ഹണി, ബീവാക്സ് ക്രീം തുടങ്ങിയ വൈവിധ്യമാർന്ന തേനുകളാലും തേൻ ഉൽപ്പന്നങ്ങളാലും സമ്പൽ സമൃദ്ധമാണ് ഹണി മ്യൂസിയം. ഓരോ തേനിനും ഓരോ ഗുണങ്ങളാണ്. കൂട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകൾ ഫീമെയിൽ പെൺതേനീച്ചകളാണ്. അവർ വർക്കർ ബീസാണ്. അത് റാണിയാണ്. റാണിയുടെ ജോലി അടുത്ത ജനറേഷൻ ബിൽഡ് ചെയ്യാന്നുള്ള മാത്രമാണ്. അതിനാ കൂട്ടിലാകുന്നത് മാത്രമല്ല. ഒരു കൂട്ടിൽ എപ്പോഴും ഒരേ ഒരു റാണി തേനീച്ചയാണ് ഉണ്ടാവുക. റാണി ജനിക്കുന്നതൊക്കെ സാധാരണ ഫീമെയിൽ പെൺതേനീച്ചയാണ്. ജനിച്ചതിന് ശേഷം അവൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു രാജകീയമായ ഭക്ഷണം കൊടുത്ത് 8 മുതൽ 15 ദിവസം കൊണ്ട് അവളെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. റാണിയാക്കി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഡബിൾ സൈസ് ആയിരിക്കും. നല്ല വലിപ്പവും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഒരു കൂട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ റാണിയെ മനസ്സിലാവും. റാണിക്ക് 5 വർഷം വരെ ആയുസുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് 4 മാസം 120 ദിവസമാണ് ജീവിച്ചിരിക്കുന്നത്. റാണി മാത്രം കൂട്ടത്തിൽ 5 വർഷം ജീവിക്കും. 5 വർഷം ഹൈവൽ ജനറേഷൻ ബിൽഡ് ചെയ്യുന്ന ആളവിടെ. ഇത് തേനീച്ചകളുടെ തലയുടെ സ്ട്രക്ചർ. തേനീച്ചകൾക്ക് മൊത്തത്തിൽ 5 കണ്ണുകളുണ്ട്. 2 വലിയ കോമ്പൗണ്ടൈസ്. ഇതിനെ കോമ്പൗണ്ടൈസ് നെറ്റിയിൽ 3 ചെറിയ സിമ്പിൾ ലൈൻസ് ഒസല്ലി എന്ന് പറയും. ഈ 5 കണ്ണുകളായിട്ട് അവർക്ക് ഏകദേശം 1000കണക്കിന് ലെൻസുകളുണ്ട്. അതുപോലെ തന്നെ നല്ല സെൻസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ തേനീച്ചക്കൂട്ടിലെ കല്ലൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുന്ന കല്ലിനെ അവർ വളരെ കൃത്യമായിട്ട് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കല്ല് വരുന്ന സ്ഥലവും വരുന്ന ആളൊക്കെ അവർ മനസ്സിലാക്കുന്ന അങ്ങനെ പെട്ടെന്ന് ആളൊക്കെ സെൻസ് ചെയ്യും. അതുപോലെ നല്ല കാഴ്ചശക്തി ഉണ്ട്. നമ്മൾ ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളത്തിൽ പോയി മുങ്ങിക്കിടന്നാൽ പോലും അവർ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുമെന്നാണ് പറയുന്നത്. അത്രയും സെൻസിങ് പവറുള്ള ജീവികളാണ് തേനീച്ചകൾ. ശരീരവും ആരോഗ്യവും സംരക്ഷിക്കുന്നത് മുതൽ രോഗപ്രതിരോധ ശേഷിക്കും വിവിധ രോഗചികിത്സയ്ക്കും തേൻ ഔഷധമാണ്. മോയ്സ്ചറൈസിംഗ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെ പ്രോസസ് ചെയ്തതിൻ്റെ ഒരു പോർഷൻ, ആ പോർഷനാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് വൈറ്റ് ഹണി എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഹിമാചലാണ്. ഹിമാചലിൽ കടുകിൻ്റെ വലിയ തോട്ടങ്ങളുണ്ടാവും. കടുക് തോട്ടങ്ങളിൽ ബോക്സ് പ്ലാന്റ് ചെയ്ത് കടുകിൻ്റെ പൂക്കളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന തേനാണ്. തേനീച്ചകൾ എപ്പോഴും ഒരേ സമയം ഒരേ ടൈപ്പ് പൂക്കളിൽ നിന്ന് അവർ തേനെടുക്കുക. ഒരേ സമയത്ത് ഒരു 2 ടൈപ്പ് പൂക്കളിൽ നിന്ന് എടുക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് വെറൈറ്റി ഹണികളോ കളക്ട് ചെയ്യാൻ വേണ്ടി കഴിയും.
ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഹിമാചലിൽ നല്ല മഞ്ഞ് പെയ്യുമ്പോഴാണ് അവിടുത്തെ -ഡിഗ്രി. ബാക്കിയൊക്കെ ഓരോ കളർ ഡിഫറൻസ് ആണ്. ഈ തേൻ 1 വർഷം പഴക്കമുള്ളൊരു തേനാണ്. സെയിം ഹണിയാണത്. പക്ഷേ ഇതിന് 10 വർഷം പഴക്കമുണ്ട്. ഇതിന് തേന് പഴകും തോറും അതിൻ്റെ കളർ മാറും, മെഡിസിൻ വാല്യൂ പോകും. തേനിൻ്റെ കളർ നോക്കിയിട്ട് ഒരിക്കലും നമുക്കതിൻ്റെ ക്വാളിറ്റിയോ മെഡിസിൻ വാല്യൂ പറയാൻ കഴിയുന്നതാണ്. ചില ആളുകൾ ഈ കറുത്ത കളറിൽ തേങ്ങയുടെ കളയാറൊക്കെ ഉണ്ട്. ഇതാണ് ചെറുത്. തേനുകളിൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത്. ഇത് കളക്ട് ചെയ്യുന്ന തേനീച്ചകൾ ചെറുതാണ്, ചെറിയ ഉറുമ്പിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ടെട്രാഗോണിലെ എഴുതിപ്പെനിസ് അവർ തേൻ കളക്ട് ചെയ്യുന്ന പൂക്കൾ തുമ്പ, തുളസി പോലെയൊക്കെയുള്ള ചെടികളുടെ പൂക്കളാണ് അധികവും. അതുകൊണ്ട് തന്നെ മെഡിസിൻ വാല്യൂ വളരെ കൂടുതലായിരിക്കും. നല്ല ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഉള്ളൊരു തേനാണ് ചെറുതെന്ന് പറയുന്നത്. നമ്മളിത് കഴിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആളുകൾ, കിടപ്പ് രോഗികൾ, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, ആസ്മ, അലർജി, ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന തേനാണ് ചെറുത്. 1 വർഷം ഒരു കൂട്ടിൽ നിന്ന് 250 ഗ്രാമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. എപ്പോഴും ഒറിജിനൽ ചെറുതന്നെ എപ്പോഴും നല്ല വിലയായിരിക്കും. തേനുകളിൽ ഏറ്റവും വിലയുള്ളതും ചെറുതാൻ തന്നെയാണ്. ഇത് കണ്ണിലൊഴിക്കാൻ പറ്റിയ ക്വാളിറ്റി. ഇതാണ് തേന് കട്ട പിടിക്കുന്ന രൂപം കേട്ടോ. ഹണി ക്രിസ്റ്റലൈസേഷനാണ്. തേൻ കട്ട പിടിച്ചാൽ ഉണ്ടാവും. ശരിക്കും പഞ്ചസാര കലക്കി വെച്ചതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒന്നുകിൽ ഇത് ഇതേപോലെ കഴിക്കാം, ഇല്ലെങ്കിൽ വെയിലത്ത് വെക്കാം, ഇല്ലെങ്കിൽ വെള്ളം ചൂടാക്കി. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇത് റൂം ടെമ്പറേച്ചർ താഴുന്നതിനനുസരിച്ച് തേൻ കട്ട പിടിക്കും. തേനിനകത്തുള്ള FG റേഷ്യോ എന്നാ പറയാം, ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോ. അതെല്ലാ പൂക്കളും ഒരുപോലെ ആയിരിക്കില്ല. പൂക്കൾ മാറുമ്പോൾ അത് മാറും. അതുപോലെ തന്നെ ഈ തേനെടുക്കുന്ന ക്ലൈമറ്റിൻ്റെ വ്യത്യാസം, തേനെടുക്കുന്ന തേനീച്ചകളുടെ വ്യത്യാസം, ജോഗ്രഫിക്കൽ ഏരിയ, ഇതൊക്കെ വെച്ചിട്ടാണ് തേനിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്ക് വരുന്നതും വരാറുണ്ട്. നമുക്ക് ഒറിജിനൽ ഹണിയാകുമ്പോൾ നമുക്ക് പഴയതുപോലെ ലിക്വിഡ് ഫോമിലേക്ക് കിട്ടും. നമ്മൾ വെയിലത്ത് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഹണികളൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഡയറക്റ്റ് സണ്ണിൽ വെക്കുന്ന കുഴപ്പമുണ്ടോ? ഡയറക്റ്റ് വെയിലത്ത് വെക്കുന്ന കുഴപ്പമുണ്ടോ? തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്താണ്. കാർബൺ ഫിഷ്, ഓസ്റ്റിൻ സയൻസ്. തേനീച്ചകൾ എന്തൊരു കാര്യത്തിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡാൻസിങ്ങിലൂടെയാണ്. അവരുടെ ഭാഷ ഡാൻസിങ് ലാംഗ്വേജാണ്, നൃത്തഭാഷയാണ്. അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്ന ഡാൻസിങ്ങിലൂടെയാണ്. തേനീച്ചക്കൂട്ടിൽ ഇദ്ദേഹം ഒരുപാട് ഡാൻസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1973 ഇദ്ദേഹം നൊബേൽ പ്രൈസ് ഒക്കെ വാങ്ങിച്ചു. പേര് കാർബൺ ഫിഷ് എന്നാണ്, ഓസ്റ്റിൻ സയൻസ്. തേനീച്ചകൾ അവരുടെ പൂക്കളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, പൂക്കളിലേക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കുക. പൂന്തോട്ടത്തിൻ്റെ വലിപ്പം ചെറുതാണോ വലുതാണോ, എത്ര ആളുകൾ പോകണം, എങ്ങനെയാണ് പോകേണ്ടത്, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന കഴിവാണ്. 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ ഈ നൃത്ത മാധ്യമത്തിലൂടെ തേനെടുക്കാനുള്ള കഴിവും ആ ഒരു തിയറി മൊത്തം കണ്ടുപിടിച്ചാൽ ഇദ്ദേഹമാണ്. ആൾ മരിച്ചുപോയി, പക്ഷെ ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട് സയന്റിഫിക്. കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം നമ്മൾ ഈ മലം തേനീച്ച, പെരുന്തേനീച്ച എന്നൊക്കെ പറയുന്ന വലിയ തേനീച്ചയുണ്ട്, അപ്തസ് ഡോർസാറ്റ എന്ന് പറയുന്നത്. അവരുടെ തേനൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ കോസ്റ്റ്യൂം ആവശ്യമാണ്. കാരണം അവർ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. ഒന്ന് തേൻ തന്നെയാണ്, പിന്നൊന്ന് ഹണി കോമ്പ്, തേനിൻ്റെ അടയെ നമുക്ക് അതേപോലെ കഴിക്കാൻ പറ്റും. ഇത് ബീപ്പോളിനാണ് പൂമ്പൊടി. ഇതും തേനീച്ചകൾ പൂക്കളിൽ നിന്ന് എടുക്കുന്നതാണ്. തേനീച്ചകൾ ഈ ലോകത്തില്ലാതായി കഴിഞ്ഞാൽ പിന്നെ 4 വർഷം കൊണ്ട് ഈ ഭൂമി തന്നെ ഇല്ലാതാവുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. തേനീച്ചകൾ ഈ തേനെടുക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ പൂമ്പൊടി പറ്റിപ്പിടിക്കും. അവരുടെ ബോഡിയിൽ ലക്ഷക്കണക്കിന് രോമങ്ങളുണ്ട്. അവരൊരു ദിവസം ഒരുപാട് പൂക്കളിൽ പോകും. എല്ലാ പൂക്കളിലും അവർ പൂമ്പൊടി കൊണ്ടുവെക്കും. അങ്ങനെയാണ് ലോകത്തെ പോളിനേഷൻ 80% ഇവിടാണ്. അതുകൊണ്ടാണ് തേനീച്ചകളില്ലാതെ കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് ഭൂമി ഇല്ലാതെന്ന് പറയാനുള്ള കാരണം. ഇതാണ് റോയൽ ജെല്ലിയാണ്, റാണി തേനീച്ചയുടെ രാജകീയമായ ഭക്ഷണമാണ്. റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ഫീമെയിൽ പെൺതേനീച്ചകളാണ്. അവരുടെ തലച്ചോറിനകത്തുനിന്ന് വരുന്ന ഒരുതരം മിൽക്കാണ് ഇത്, പാല്, ബീസ് മിൽക്ക് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും അവരുടെ തൊണ്ടകളിൽ എപ്പോഴും ഇതുണ്ടാവും. എല്ലാ ഫീമെയിൽ ബീസിന്റെ തൊണ്ടകളിലും റോയൽ ജെല്ലി ഉണ്ടാവും. നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കൂടിനകത്ത് ആർട്ടിഫിഷ്യൽ റാണി സെല്ലുകൾ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടാണ്. ഇതേപോലെ ഇത് റാണിയുടെ സെല്ലുകളാണ്. ഇങ്ങനെയുള്ള റാണി സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലാണ് നമ്മൾ ഹൈവിനകത്ത് വെച്ചു കൊടുക്കുക ചെയ്യാം. റാണിയുടെ സെല്ലുകൾ കാണുമ്പോൾ പെൺതേനീച്ചകൾ അവരുടെ തൊണ്ടകളിലെ റോയൽ ജെല്ലി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, ശേഖരിക്കും. ഇങ്ങനെ ആയിരക്കണക്കിന് കൂടുകളൊക്കെ വെക്കുമ്പോൾ ഇത് 1 kg നമുക്ക് കിട്ടും. ഹൈലി എക്സ്പെൻസീവ് ആണ്. ഇത് ഒരു ആന്റി ഏജിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ഒരു സപ്ലിമെന്റ് ആണ്. കഴിക്കുന്ന ആളുകൾ കൂടുതലും സെലിബ്രിറ്റികളൊക്കെയാണ്. പണ്ട് കാലം ഫിലിം സ്റ്റാർസ് കഴിക്കും. നല്ല വിലയാണ്. ഏകദേശം 20 ഗ്രാം ഒരാൾക്ക് ഒരു മാസത്തിൽ കഴിക്കാൻ പറ്റുക. ആ 20 ഗ്രാമിന് ഏകദേശം 4200 രൂപ വിലയാണ്. 1 കിലോയ്ക്ക് 2,17,000.
വെറുതെ ഒരു മധുരം നുകരുക എന്നതിനപ്പുറം മനുഷ്യൻ്റെ ആയുസ്സിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ തേനുകളും തേനർബുകളും ഉപയോഗിക്കേണ്ട രീതികളും ഇവിടെ നിങ്ങൾക്ക് നൽകും. യൗവനം നിലനിർത്താൻ ആവശ്യമായ റാണി തേനീച്ചയുടെ സൂപ്പർ ഫുഡായ റോയൽ ജെല്ലി മിക്സ്ഡ് ഹണിയും ബി ക്രാഫ്റ്റിൻ്റെ ഈ ഹണി മ്യൂസിയത്തിൽ ലഭ്യമാണ്. ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന കാശ്മീരാണ്. കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്നെടുക്കുന്ന തേനാണ്. ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും ടേസ്റ്റൊക്കെ ഉള്ള ഹണി ഇതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും ഈ തേന്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ലേഡീസിനൊക്കെ നല്ലതാണ്. ഇൻഫെക്ഷൻ ഈ പറയുന്ന വെയിറ്റ് ലോസ് വെൽത്തിനൊക്കെ നേരിട്ട് കഴിച്ചോളൂ. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കാട്ടുതേൻ. നമ്മൾ മലന്തേൻ പെരുന്തേൻ എന്നൊക്കെ പറയുന്ന തേനാണ്. വലിയ തേനീച്ചയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് ലോസിന് തന്നെയാണ്. പിന്നെ വെയിറ്റ് ഗെയിൻ മരുന്നുകൾ മിക്സ് ചെയ്യാനും ഇത് ഉപയോഗിക്കും. നല്ല തേനാണ്. വയനാട് ഈ തേനീച്ചകൾ ഇവരുടെ സയന്റിഫിക് നെയിമാണ് സറാന ഇൻഡിക്ക. അവരുടെ തേനാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. കുട്ടികളുടെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നൊരു ഹണിയാണ്. ഇത് അജ്വൈൻ അയമോദകത്തിൻ്റെ തരാണ്. നമ്മൾ കളക്ട് ചെയ്യുന്നത് രാജസ്ഥാനാണ്. അവിടുത്തെ അയമോദക തോട്ടങ്ങൾ തരും. അയമോദകത്തിൻ്റെ പൂക്കളിലെ തേൻ മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിത് ഗ്യാസ്, അതുപോലെ ഡൈജഷൻ, നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി അതിനൊക്കെ നല്ലതാണ് ഈ അയമോദകത്തിന്. നമ്മൾ അകത്ത് കണ്ട കടുകാണ് ഇത് മസ്റ്റാണ്. കടുകുതേനാണ് നമ്മളെ ബോഡി ഹീറ്റാക്കുന്നത്. കടുകുതേൻ കഴിച്ച് നമ്മളുടെ ബോഡി ഹീറ്റാവും, ബ്ലഡ് സർക്കുലേഷൻ സ്പീഡാവും. ഇത് വെരിക്കോസ് വെയിനൊക്കെയാണ് ഈ കടുകുതേൻ നമ്മൾ ഉപയോഗിക്കുക. വെരിക്കോസ് വെയിന്, വാതരോഗത്തിന്. ഇത് ലിച്ചിയുടെ ഹണിയാണ്. ബീഹാറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആണ്. മധുരം കൂടുതലുള്ള തേനാണ്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഹണി തന്നെയാണ്. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനൊക്കെ ബ്യൂട്ടി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഹണി. ഫേസിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ കഴിക്കാം ഒക്കെ. സ്കിൻ ഇത് നമ്മൾ അകത്ത് കണ്ട വാക്സ് പ്രോസസ്സിങ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഈ പോർഷനാണ് നമ്മൾ ലിപ് ബാമായിട്ടും ഡ്രൈ സ്കിന്നും കാലുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഒന്ന് പുൽത്തൈലാണ്, പിന്നെ കോക്കനട്ട് ഓയിൽ, പിന്നെ ഒലീവ് ഓയിൽ. ഇത് മൂന്നുമാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ബാക്കി കംപ്ലീറ്റ് മെഴുകുക. ചെറിയ കുട്ടികളൊന്നും ആർക്കത് യൂസ് ചെയ്യാം, കാരണം ഇത് നാച്ചുറലാണ്. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നത്. ആ കാണുന്നൊക്കെ വാക്സാണ്. സ്പൂണ് നിൽക്കോളൂ. റോയൽ ജെല്ലി കാണിച്ചു രാജകീയമായ അവരുടെ ഇത് നമ്മൾ 20 ഗ്രാം എടുത്തിട്ട് 300 ഗ്രാം തേനിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 320 ഗ്രാമാണ്. ഡെയിലി 10 ഗ്രാമാണ് ഇത് കൺസ്യൂം ചെയ്യാം. നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് ഇങ്ങനെ റോ ആയിട്ടല്ല, തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പാകത്തിലാണ് കൊടുക്കുക. കഴിക്കാനുള്ള 10 ഗ്രാം സ്പൂൺ അടക്കം ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഒരു മാസത്തെ ക്വാണ്ടിറ്റിക്ക് 4200 രൂപയാണ്. 15 ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല. പല സിനിമാ താരങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിപണനം മാത്രമല്ല, തേനിൻ്റെ ഗുണമേന്മ പരിശോധനയെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മേന്മയെക്കുറിച്ചും ആളുകളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ക്ലാസുകളും തേൻ മ്യൂസിയം നൽകുന്നുണ്ട്. തേനീച്ച കൃഷി മുതൽ തേൻ സംസ്കരണം, വിപണനം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം നൽകുന്ന തേൻ മ്യൂസിയത്തിലെ സന്ദർശനം വളരെയധികം പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഖാദി ബോർഡിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് കർഷകർക്കും തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്.
കൂടാതെ BeeCraft ഉൽപ്പന്നങ്ങൾ www.beecrafthoney.com എന്ന വെബ്സൈറ്റിലൂടെയും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഗൂഗിൾ തുടങ്ങിയ മാധ്യമങ്ങൾ വഴിയാവുന്നതാണ്. വയനാടിൻ്റെ മനോഹാരിതയിൽ ഉല്ലാസിക്കാനെത്തുന്നവർ BeeCraftൻ്റെ ഈ ഹണി മ്യൂസിയം കാണാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും. പ്രവേശന കവാടത്തിൽ തന്നെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ എന്നവണ്ണം വലിയൊരു തേനീച്ച ചിറക് വിടർത്തി നിൽക്കുന്നത് കാണാം. അകത്ത് കയറിയാൽ തേനീച്ചകൾ മൂളിപ്പറക്കുന്ന ശബ്ദം കേൾക്കാം. തേനീച്ച കൂടുകളാൽ വലയം ചെയ്യപ്പെട്ട മ്യൂസിയത്തിന് ചുറ്റും നിരവധി കാഴ്ചകളാണ് കാണാനുള്ളത്. മ്യൂസിയത്തിനകത്ത് പോകുന്തോറും മറ്റൊരു ലോകം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഒരു അനുഭവമാണ്. വ്യത്യസ്ത തരം തേനുകളാൽ സമൃദ്ധമാക്കപ്പെട്ട ഉൾവശം ഓരോ തേനുകളുടെയും പ്രത്യേകതകൾ വളരെ വിശദമായി ആധികാരികതയോടെ പറഞ്ഞു തരാൻ പരിചയസമ്പന്നരായ സ്റ്റാഫുകളുമുണ്ട്. ശേഷം 10ഓളം തേനുകൾ രുചിച്ചു നോക്കാനുള്ള അവസരവുമുണ്ട്. ഓരോ തേനിനും ഓരോ രുചിയാണ്. BeeCraftൻ്റെ തേൻ എത്രത്തോളം ശുദ്ധീകരിച്ചതാണെന്ന് അവിടെ നിന്നും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തേനിൻ്റെയും തേനീച്ചകളുടെയും അത്ഭുതപ്പെടുത്തുന്ന ജീവിതശൈലിയെ പരിചയപ്പെടുത്തുന്ന മ്യൂസിയത്തിൻ്റെ ലോകത്തേക്കാണ് പിന്നീടുള്ള യാത്ര. വിജ്ഞാനവും കൗതുകവും നിറഞ്ഞ ലോകം. അത്രയും അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ കുറേ കഥകളുണ്ട് അവിടെ കേൾക്കാൻ. അത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. തേൻ എന്നതിലുപരി തേനീച്ച എന്താണ് എന്നറിയണമെങ്കിൽ ഈ മ്യൂസിയത്തിൽ വരിക തന്നെ വേണം. ഹണി മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം വയനാടൻ ഉൽപ്പന്നങ്ങളുടെ മറ്റൊരു കലവറയാണ്. പൊന്നു വിളയുന്ന വയനാടിൻ്റെ കറുത്ത മണ്ണിൽ കർഷകർ വിളയിച്ചെടുക്കുന്ന കനകം പോലെയുള്ള തനി നാടൻ ഉൽപ്പന്നങ്ങളുടെ ശേഖരം. പകലന്തിയോളം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് പ്രകൃതി നൽകുന്ന വരദാനം. ഏലം, ഗ്രാമ്പു, പട്ട, കറുത്ത പൊന്നെന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് തുടങ്ങിയ വയനാട്ടിലെ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്ന ചായപ്പൊടി, കാപ്പിപ്പൊടി, ചക്കിലാട്ടിയ തനി നാടൻ വെളിച്ചെണ്ണ, ഗോത്ര സമൂഹത്തിൻ്റെ കരവിരുതിൽ കടഞ്ഞെടുത്ത വിവിധയിനം മൺചട്ടികൾ, വയനാടിൻ്റെ തനത് രുചിയിലുള്ള അച്ചാറുകൾ, വയനാട്ടിലെ നാടൻ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, പുൽത്തൈലം, യൂക്കാലി ഓയിൽ, മസാല കാപ്പി, വിവിധയിനം കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നുവേണ്ട വയനാടിൻ്റെ തനത് ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാൻ മ്യൂസിയത്തിന് ചുറ്റും വിശാലമായ ഒരു പാർക്ക് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കളിയും ചിരിയും തമാശകളുമായി തണുത്ത കാറ്റേറ്റ് സൊറ പറഞ്ഞിരിക്കാൻ വയനാട്ടിൽ ഇതിനേക്കാൾ നല്ലൊരിടം വേറെ ഉണ്ടാവില്ല. മ്യൂസിയത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. വയനാട്ടിൽ വരുന്നവർ നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരൂ. കാഴ്ചയുടെ ആസ്വാദനത്തിൻ്റെ ഒരു വിശാല ലോകം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ 2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സംരംഭകൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിജീവനവും ഏതൊരാൾക്കും പ്രചോദനവും ആവേശവും നൽകുന്ന വളർച്ചയും നേരിൽ കാണാനും സാധിക്കും. തേനീച്ചകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് തേൻ എങ്കിൽ ഉസ്മാൻ എന്ന സംരംഭകൻ്റെയും സഹപ്രവർത്തകരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഹണി മ്യൂസിയം. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ രജിസ്ട്രേഡ് യൂണിറ്റായ ഹണി മ്യൂസിയം കൃത്യമായ ഉത്തരവാദിത്ത ടൂറിസം ആശയങ്ങളും നിലപാടും പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. വയനാട്ടിൽ വരുന്ന ഒരു ടൂറിസ്റ്റിന് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. വരുന്ന ഓരോരുത്തർക്കും മധുരം നുണഞ്ഞ് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ചുരമിറങ്ങാം. താമരശ്ശേരി ചുരം കഴിഞ്ഞ് പഴയ വൈത്തിരി ടൗണിൽ നിന്ന് വലത്തോട്ട് 600 മീറ്റർ ഓടിയാൽ ഹണി മ്യൂസിയത്തിലെത്താം.